കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയറാഞ്ചിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയറാഞ്ചിനോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അനസൂയ സെൻഗുപ്ത. ചിത്രം ദി ഷെയിംലെസ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത. ചിത്രം ദി ഷെയിംലെസ്. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അതിൻ്റെ സംവിധായിക പായൽ കപാഡിയ. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധായിക പായൽ കപാഡിയ. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ സത്യദീപ് ഗുപ്ത. സത്യദീപ് ഗുപ്തയാണ് ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ്വേ ആരംഭിക്കുന്നത് വാരാണസി. വാരാണസിയിലാണ് ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ്വേ ആരംഭിക്കുന്നത്.